ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയ 2026 ഫിഫ ലോകകപ്പിലെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ തകർത്ത് ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ഫ്രഞ്ച് പടയുടെ തകർപ്പൻ വിജയം. ലോകകപ്പ് ചരിത്രത്തിൽ തങ്ങളുടെ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് തുടർച്ചയായ 3-ാം തവണയാണ് ഫ്രാൻസ് സെമിഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കുന്നത്. ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ, സൂപ്പർ താരം ഉസ്മാൻ ഡെംബാലെ എന്നിവരാണ് മത്സരത്തിന്റെ ഫ്രാൻസിന്റെ വിജയശില്പികളായത്. ആഫ്രിക്കൻ വൻകരയുടെ പ്രതീക്ഷകളുമായി ഇറങ്ങിയ മൊറോക്കോ തുടക്കം മുതൽ ശക്തമായ പ്രതിരോധവും ആക്രമണവും അഴിച്ചുവിട്ടെങ്കിലും ഫ്രാൻസിന്റെ ലോകോത്തര നിലവാരമുള്ള ആക്രമണ നിരയ്ക്ക് മുന്നിൽ ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തന്ത്രപരമായ നീക്കങ്ങളും പെനാൽറ്റി നഷ്ടപ്പെടുത്തലുകളും പരുക്കൻ കളികളും നിറഞ്ഞ 90 മിനിറ്റുകൾ ആരാധകർക്ക് ആവേശം വാരി വിതറുന്നതായിരുന്നു. മൈതാനത്ത് ഇരു ടീമുകളും ഒരേ ഫോർമേഷനിലാണ് ബൂട്ടണിഞ്ഞത് എന്നതായിരുന്നു ഈ മത്സരത്തിന്റെ പ്രധാന സവിശേഷത. ഫ്രാൻസും മൊറോക്കോയും 4-2-3-1 എന്ന അറ്റാക്കിംഗ് ഫോർമേഷനിലാണ് കളത്തിറങ്ങിയത്. കളി തുടങ്ങി 4-ാം മിനിറ്റിൽ തന്നെ ഫ്രാൻസ് തങ്ങളുടെ കളിശൈലി വ്യക്തമാക്കി. ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയിലേക്ക് കൃത്യമായ ഒരു പാസ് എത്തിച്ചേർന്നു. പന്ത് സ്വീകരിച്ച എംബാപ്പെ പോസ്റ്റിന്റെ ഇടതുമൂല ലക്ഷ്യമാക്കി ഒരു തകർപ്പൻ ഷോട്ട് തൊടുത്തുവിട്ടു. എന്നാൽ മൊറോക്കോയുടെ വിശ്വസ്തനായ ഗോൾ കീപ്പർ യാസിൻ ബൗനോ മനോഹരമായ ഒരു സേവിലൂടെ ഫ്രാൻസിന്റെ ആദ്യ ഗോൾ ശ്രമം തടഞ്ഞു. 5-ാം മിനിറ്റ് തൊട്ടടുത്ത മിനിറ്റിൽ ഫ്രാൻസിന്റെ മറ്റൊരു സുവർണാവസരം കൂടി ലഭിച്ചു. ഫ്രഞ്ച് താരം ഡയോട്ട് ഉബിമെക്കനോയ്ക്ക് ബോക്സിലേക്ക് ഒരു കൃത്യമായ ക്രോസ് ലഭിക്കുന്നു. താരം മനോഹരമായ ഒരു ഹെഡറിലൂടെ ഗോളിന് ശ്രമിച്ചെങ്കിലും വീണ്ടും മൊറോക്കൻ ഗോളി ബൗനോ അവിടെ ഫ്രാൻസിന് വില്ലനായി മാറി. ആദ്യ മിനിറ്റുകളിലെ ഫ്രഞ്ച് ആക്രമണത്തിന് ശേഷം മൊറോക്കോയും കളിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു. 9-ാം മിനിറ്റിൽ മൊറോക്കോയുടെ സൂപ്പർ താരം ബ്രാഹിം ഡിയാസ് അഷ്റഫ് ഹക്കീമിയെ ലക്ഷ്യമിട്ട് ഒരു ലോങ് പാസ് നൽകി. എന്നാൽ പന്തിന് പ്രതീക്ഷിച്ചതിലും വേഗതയുണ്ടായിരുന്നതിനാൽ ഹക്കീമിക്ക് ഇത് ഓടിപ്പിടിക്കാൻ സാധിച്ചില്ല. 10-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുപുറത്ത് വെച്ച് ഫ്രാൻസിന്റെ യുവതാരം ഡിസയർ ഡൌവിന് ഒരു പന്ത് ലഭിച്ചെങ്കിലും താരത്തിന്റെ ഷോട്ട് മൊറോക്കൻ പ്രതിരോധത്തിൽ തട്ടി തകരുകയായിരുന്നു. 12-ാം മിനിറ്റിൽ ബ്രാഹിം ഡിയാസ് വീണ്ടും ഒരു ഒറ്റയാൾ മുന്നേറ്റമായി ഫ്രഞ്ച് കോട്ടയിലേക്ക് പാഞ്ഞു കയറിയെങ്കിലും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. 15-ാം മിനിറ്റിൽ ഡിസയർ ഡൌ എംബാപ്പയെ ലക്ഷ്യമാക്കി നൽകിയ പാസ് ബോക്സിനുള്ളിൽ വെച്ച് കൃത്യമായി നിയന്ത്രണത്തിലാക്കാൻ എംബാപ്പയ്ക്ക് സാധിക്കാതെ പോയത് ഫ്രാൻസിന് തിരിച്ചടിയായി. മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബാലയുടെ ഒരു അപകടകരമായ മുന്നേറ്റം മൊറോക്കോ പ്രതിരോധം കൃത്യമായി ഇടപെട്ട് തകർത്തു. 24-ാം മിനിറ്റിൽ മൊറോക്കോയ്ക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിച്ചെങ്കിലും അതിൽ നിന്നും അപകടമൊന്നും വിതയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനു പിന്നാലെയാണ് മത്സരത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷം അരങ്ങേറുന്നത്. 25-ാം മിനിറ്റിലെ പെനാൽറ്റി ബോക്സിനുള്ളിലേക്ക് കുതിച്ചുപാഞ്ഞ ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയെ മൊറോക്കോയുടെ ഡിഫൻഡർ നൗസർ മസറായി ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. റഫറി ഒട്ടും മടിക്കാതെ ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. സ്റ്റേഡിയം മുഴുവൻ എംബാപ്പയുടെ ഗോളിനായി കാത്തിരുന്ന നിമിഷം. എന്നാൽ എംബാപ്പെ എടുത്ത പെനാൽറ്റി ഷോട്ട് വളരെ ദുർബലമായിരുന്നു. മൊറോക്കൻ ഗോളി യാസിൻ ബൗനോ വളരെ അനായാസമായി ആ ഷോട്ട് സേവ് ചെയ്തുകൊണ്ട് മൊറോക്കോയുടെ രക്ഷകനായി മാറി. ഫ്രാൻസ് ദേശീയ ടീമിനായി എംബാപ്പെ എടുത്ത 16 പെനാൽറ്റികളിൽ അദ്ദേഹം നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ മാത്രം പെനാൽറ്റിയായിരുന്നു ഇത്. പെനാൽറ്റി നഷ്ടമായെങ്കിലും ഫ്രാൻസ് തങ്ങളുടെ ആക്രമണത്തിന് മൂർച്ച കുറച്ചില്ല. 33-ാം മിനിറ്റിൽ ഡെംബാലയുടെ മറ്റൊരു മുന്നേറ്റവും 35-ാം മിനിറ്റിൽ ഡിസയർ ഡൌവിന്റെ പോസ്റ്റിലേക്കുള്ള തകർപ്പൻ ഷോട്ടും മൊറോക്കൻ ഗോൾ തടുത്തു. ഫ്രാൻസ് നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടതോടെ മൊറോക്കോ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഒരുങ്ങുന്ന കാഴ്ചയാണ് ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ കണ്ടത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലും ഗോളുകളൊന്നും പിറക്കാതെ വന്നതോടെ ഇരു ടീമുകളും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. പകുതിയിലെ മൊറോക്കോ പന്തടക്കത്തിൽ നേരിയ മുൻതൂക്കം കാണിച്ചെങ്കിലും ഒന്നിനെതിരെ 13 ഗോൾ ശ്രമങ്ങളായി കളം നിറഞ്ഞു. കളിച്ചത് ഫ്രാൻസ് ആയിരുന്നു എന്നത് അവരുടെ ആധിപത്യം വ്യക്തമാക്കുന്നു. രണ്ടാം പകുതി ആരംഭിച്ച് 48-ാം മിനിറ്റിൽ ബ്രാഹിം ഡിയാസിന്റെ മുന്നേറ്റം ഫ്രഞ്ച് പ്രതിരോധം തടഞ്ഞു. 52-ാം മിനിറ്റിൽ മൊറോക്കോയുടെ താൽബിക്ക് ബോക്സിലേക്ക് ഒരു മികച്ച പന്ത് ലഭിച്ചെങ്കിലും താരത്തിന്റെ ഷോട്ട് ഫ്രഞ്ച് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. 55-ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ ഡിസയർ ഡൌവിന്റെ മറ്റൊരു തകർപ്പൻ ഷോട്ട് കൂടി മൊറോക്കോ ഗോളി രക്ഷപ്പെടുത്തി. 56-ാം മിനിറ്റിൽ എംബാപ്പയ്ക്ക് ബോക്സിനുള്ളിൽ ഒരു സുവർണാവസരം ലഭിച്ചെങ്കിലും താരത്തിന്റെ ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോയി. എന്നാൽ ആരാധകരെ കൂടുതൽ സമയം കാത്തിരിപ്പ് ചെയ്യാൻ ഫ്രഞ്ച് നായകൻ തയ്യാറായിരുന്നില്ല. മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്തിരുന്ന ആ നിമിഷമെത്തി. ബോക്സിന് തൊട്ടുപുറത്ത് വെച്ച് പന്ത് ലഭിച്ച കിലിയൻ എംബാപ്പെ മൊറോക്കൻ പ്രതിരോധ താരങ്ങളെ കാഴ്ചക്കാരാക്കി പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് ഒരു മനോഹരമായ ലോൺ-റൈറ്റ് ഷോട്ട് തൊടുത്തുവിട്ടു. യാസിൻ ബൗനോയ്ക്ക് ഇത്തവണ യാതൊരു അവസരം നൽകാതെ പന്ത് വലയിൽ തുളച്ചു കയറി. ഫ്രാൻസ് മത്സരത്തിൽ 1-0 മുന്നിലെത്തി. ഈ ലോകകപ്പിലെ എംബാപ്പയുടെ 8ാമത്തെ ഗോൾ കൂടിയായിരുന്നു ഇത്. ആദ്യ ഗോൾ വഴങ്ങിയതോടെ മൊറോക്കോ കളിയിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും 66-ാം മിനിറ്റിൽ ഫ്രാൻസ് അവരുടെ എല്ലാ പ്രതീക്ഷകളും തള്ളിക്കടത്തി. 66-ാം മിനിറ്റിലെ രണ്ടാം ഗോൾ മൊറോക്കൻ പ്രതിരോധത്തെ തകിടം മറിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ നൽകിയ ഒരു മനോഹരമായ പാസ് സ്വീകരിച്ച് ഉസ്മാൻ ഡെംബാലെ പന്ത് വലയിലെത്തിച്ചു.
ഡെംബാലയുടെ ഈ ലോകകപ്പിലെ 5ാം ഗോളായിരുന്നു ഇത്. ഇതോടെ ഫ്രാൻസ് മത്സരത്തിൽ 2-0 സുരക്ഷിതമായ ലീഡ് സ്വന്തമാക്കി. 2 ഗോളുകൾക്ക് പിന്നിട്ടു നിന്നോടെ മൊറോക്കോ കളിയിൽ കൂടുതൽ പരുക്കൻ തടുപ്പുകൾക്ക് പുറത്തെടുത്തു. ഫ്രഞ്ച് താരങ്ങളെ, പ്രത്യേകിച്ച് കിലിയൻ എംബാപ്പയെ ലക്ഷ്യം വെട്ടുന്ന നിരവധി ഫൗളുകളാണ് മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ നടന്നത്. എംബാപ്പെ പലവട്ടം ഫൗളേറ്റ് മൈതാനത്ത് വീണു. സെമിഫൈനലിൽ മുന്നിൽ നിൽക്കുന്നതിനാൽ തങ്ങളുടെ പ്രധാന താരത്തിന് പരിക്കേൽക്കാതിരിക്കാൻ പരിശീലകൻ ദീദിയർ തന്ത്രപരമായ തീരുമാനമെടുത്തു. 77ാം മിനിറ്റിൽ എംബാപ്പയെ ഫ്രാൻസ് പിൻവലിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ മൊറോക്കോ തിരിച്ചടിക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫ്രഞ്ച് പ്രതിരോധം കോട്ട പോലെ ഉറച്ചുനിന്നു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ മറുപടിയില്ലാത്ത 2 ഗോളുകളുടെ കരുത്തിൽ ഫ്രാൻസ് വീണ്ടും ലോകകപ്പിൽ സെമിഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. തുടർച്ചയായ 3ാം ലോകകപ്പിലും സെമിഫൈനലിൽ എത്തിയ ഫ്രാൻസ് തങ്ങളുടെ കിരീടം നിലനിർത്താനുള്ള പ്രയാണത്തിൽ ഒരടി കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ക്വാർട്ടറിൽ പോരാടി വീണെങ്കിലും മികച്ച പ്രകടനത്തോടെയാണ് മൊറോക്കോ ഈ ലോകകപ്പിൽ നിന്ന് വിട പറയുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ സ്പോർട്സ് ബീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.